ഒരു കാര്യം കൂടി അത്രയും കുറച്ച് കുറയ്ക്കാം. മാഡം പറഞ്ഞില്ലേ 100 ദിന കർമ്മ പരിപാടിയിലേക്കുള്ള ആലോചന എന്ന് പറയുന്നത് ഇന്നല്ല മാഡം തുടങ്ങിയത്. അതായത് ഈ 100 ദിന കർമ്മ പരിപാടി അല്ല, 100 ദിന കർമ്മ പരിപാടി എന്ന് പറഞ്ഞൊരു ഇത് കണ്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 100 ദിന കർമ്മ പരിപാടി ഇന്നല്ല തുടങ്ങിയത്. നിങ്ങളൊരു വെക്കേഷനിലായിരുന്നു. ബ്യൂറോക്രാറ്റ്സിനോട് പറയാം, നിങ്ങളൊരു വെക്കേഷനിലായിരുന്നു. ആ വെക്കേഷനിൽ നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ് ഈ ഫസ്റ്റ് 100 ഡേയ്സിനുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ്. ആക്ഷൻ പ്ലാനുമായിട്ട് ഇന്ന് അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ് നരേന്ദ്രമോദി. അതായത് ജൂൺ 4 മുതൽ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ടഫസ്റ്റ് ഡിസിഷൻസ് എല്ലാം ഈ ആദ്യ 100 ദിവസത്തിൽ എടുക്കും എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ അതായത് അവസാനത്തേക്ക് വെക്കില്ല. 2029 വെക്കുന്നത്. 2024 അധികാരമേറ്റ ആദ്യ 100 ദിവസം തന്നെ ടഫസ്റ്റ് ഡിസിഷൻസ് എല്ലാം എടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലെ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്ത് തന്നെയാണ് ഈ ആക്ഷൻ പ്ലാനിലേക്ക് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അതായത് ജൂൺ 4 മൂന്നാം ടേമിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു. മിഷൻ 3.0 ഫസ്റ്റ് പരിപാടി എന്ന് അതും ഫിക്സ് ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതെങ്ങനെയാണ് ഈ സർക്കാർ ഇത്തവണ ആഘോഷിക്കാൻ പോകുന്നത്? അതായത് സെലിബ്രേഷൻ തുടങ്ങുകയാണ് എന്ന് എക്സിറ്റ് പോൾ വന്ന ഉടൻ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്ക്, അത്രയും കോൺഫിഡൻസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിത് പറഞ്ഞു പോകേണ്ടതാണ്. ഈ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ ജോ ബൈഡനെതിരെ പോലും വലിയ ശക്തമായിട്ടുള്ള വികാരമുണ്ട്. ട്രംപ് ജയിലിലേക്കായിരിക്കാം, പക്ഷേ എങ്കിലും ട്രംപിന് അനുകൂലമായ ഒരു വികാരം അമേരിക്കയിലുണ്ട്. അത് ട്രംപിൽ ഇപ്പൊ ന്യൂയോർക്ക് കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് ട്രംപിന് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നറിയില്ല. അതുകൊണ്ട് ട്രംപ് ആത്മവിശ്വാസത്തിലാണ്. ജനവിധി മറ്റൊന്നാകുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ജോ ബൈഡനെതിരെയുണ്ട്. ഇപ്പോൾ കാനഡയിൽ പോയാൽ ട്രൂഡോയ്ക്കെതിരെയുണ്ട് ഇതേപോലെ വികാരമുണ്ട്. ഇത്തവണ ഇറ്റലിയിൽ ഇറ്റലിയിൽ G7 ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ഇറ്റലിയിൽ G7 ഉച്ചകോടി നടക്കാൻ പോകുമ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്ന ജോ ബൈഡനും ജസ്റ്റിൻ ട്രൂഡോയുടെയും ഒപ്പം ഇരിക്കാൻ പോകുന്നത് മൂന്നാമത്തെ വട്ടം ഊഴം ഉറപ്പിച്ചെത്തുന്ന നരേന്ദ്രമോദി ആയിരിക്കും. പുടിനെ എതിർക്കുന്നവരെല്ലാം ജയിലാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. അതെ, അപ്പം ഭരണവിരുദ്ധ വികാരം ശക്തമാണ് പലയിടങ്ങളിലും. പക്ഷേ ഇന്ത്യയിൽ അത് ഒരു ഇലക്ട്രൽ ഡെമോക്രസിയിൽ